ഹലോ, നമ്മൾ ഓണമൊക്കെ കഴിഞ്ഞ് ബാക്കി കുറച്ച് പച്ചക്കറിയൊക്കെ നമുക്ക് വരും ഓണത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിൽ, ഇപ്പം ഒന്ന് വെള്ളിയാഴ്ചയിൽ. അപ്പോൾ നമുക്ക് ഓണം കഴിഞ്ഞ് ബാക്കി പച്ചക്കറികളുകൊണ്ട് ഒരു സദ്യ കൂടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലേ. അത് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതാണ്. പച്ചക്കറി നാശമായി പോകില്ലേ. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ ഇനി നാളത്തെയും കൂടി കറി കഴിഞ്ഞാൽ അതൊരു വശം വേറെ ഉണ്ടാവും. അപ്പോൾ ഞാൻ വെച്ചത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ഞാൻ വെച്ചിറങ്ങി എന്താണെന്ന് വെച്ചാൽ മത്തങ്ങയും ചേനയൊക്കെ ഒഴിവുണ്ടായിരുന്നു, കുറേശ്ശെ ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് എലിശ്ശേരി ഉണ്ടാക്കി. ഒരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ട് ഞാൻ ഓലൻ വെച്ചു. പിന്നെ കുമ്പളങ്ങ ഇന്നലെ ഞാൻ തൈര് വെച്ചതാട്ടോ, വലിയൊരു കുമ്പളങ്ങ ഉണ്ടായിരുന്നു. പിന്നെ സാമ്പാറിനൊന്ന് വെച്ചിട്ട് ഇന്ന് വെച്ചത്, രാവിലെ വെച്ചത് സാമ്പാർ. പിന്നെ നമ്മുടെ ചോറ്. പിന്നെ എക്സ്ട്രാ ഒന്നും ഇറങ്ങുന്നത് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ജോസഫ്. ആ മീൻ കറിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നിന്നത് നമ്മുടെ ഫുഡ്. ഇത് പിന്നെ നമ്മുടെ പൂച്ചമക്കൾക്കുള്ള ചോറാട്ടോ. അങ്ങനെ അപ്പോൾ നമ്മൾ വരുന്ന പച്ചക്കറിയൊക്കെ നമ്മൾ നാലോണം കഴിഞ്ഞാൽ നക്കി തുടക്കുന്നൊക്കെ അങ്ങനെ പറയും പണ്ടത്തെ ആൾക്കാരില്ലേ എന്ന് പറഞ്ഞോണം. ഉള്ള പച്ചക്കറിയൊക്കെ വെച്ചിട്ട് ഒരു നക്കി തുടങ്ങി. നാരങ്ങയുണ്ട്, മാങ്ങ വെച്ചിട്ടുണ്ട്, അച്ചാറിട്ടത് കേട്ടോ. ഇന്നത്തെ എൻ്റെ ഉച്ചത്തെ ഫുഡ് അതാണ്. എല്ലാവർക്കും ബായിട്ടോ. ഓക്കെ, എല്ലാവരും ചോറിന സുഖമായിട്ട് കുറച്ച് നേരമൊക്കെ എടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും പണിയിൽ പോകണം. ഇന്നലെ ഞാൻ ഫുള്ള് കെടുക്കുക തന്നെയായിരുന്നു. വേറൊന്നുമല്ല, കാലത്ത് തന്നെ വേഗം പണി വെച്ചു. എന്തോ ഉറക്കം വരിക, അങ്ങനെ ഉറക്കം വരിക എന്താണെന്ന് അറിയുന്നത്. ഈ ഡോക്ടറെ കാണണം, വലിയ വയസ്സായി. പിന്നെ ഒരു കാര്യമുണ്ട്, ഇന്ന് എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. എല്ലാവരും എനിക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എല്ലാവരും എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ ചെയ്യുക കേട്ടോ. ബൈ.